വെൽക്കം ടു CSCB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCDCയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ NCDC ഒരു റിവിഷൻ പോലെ ചെയ്തു നോക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പറയും, അതിനുശേഷം പറഞ്ഞതിന് ശേഷം നമ്മൾ ആൻസർ അടയാളപ്പെടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെക്കുക, അതിനുശേഷം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവിലൂടെ പെയ്ഡ് കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ പെയ്ഡ് കോഴ്സിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. ചെറിയൊരു ഫീസ് മാത്രമാണ് വാങ്ങിക്കുന്നത്. പെയ്ഡ് ഗ്രൂപ്പാണ്, ടെലഗ്രാമിലൂടെയാണ് ക്ലാസ്സൊക്കെ നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞതാണ്, കോപ്പറേറ്റീവിലോ മൊത്തം നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. കൂടാതെ ഇങ്ങനത്തെ PDFs ഒക്കെ അവിടെ അവൈലബിൾ ആണ്. മോഡൽ എക്സാംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് NCDCയെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. പഴയ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് കൊണ്ടുവന്നുണ്ട് NCDC. അപ്പോൾ അതും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. NCDCയുടെ കറണ്ടിൽ അതായത് ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അമിത് ഷാ ആണ് ചെയർമാൻ. അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? പങ്കജ് കുമാർ ബൻസാലാണ് കേട്ടോ. IAS ഉദ്യോഗസ്ഥൻ വേണം എന്നാണ്. ചീഫ് എക്സിക്യൂട്ടീവായിട്ട് ആര് വേണം? IAS കാരൻ വേണം എന്നാണ് അവർക്ക് നിയമമുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. NCDC ക്യാൻ പ്രൊവൈഡ് ഡയറക്റ്റ് ഫണ്ടിങ് ടു കോപ്പറേറ്റീവ് സിൻസ് വിച്ച് അമെൻമെൻറ്റ്? ഏത് അമെൻമെൻറ്റോട് കൂടെയാണ് NCDC ഡയറക്റ്റ് ഫണ്ടിങ് കോപ്പറേറ്റീവ്സിന് തുടങ്ങിയത്? ആദ്യം സ്റ്റേറ്റ് വഴിയാണ് കൊടുത്തിരുന്നത്, ഡയറക്റ്റ് ഫണ്ടിങ് ഉണ്ടായിരുന്നില്ല. ഈ വർഷത്തെ അമെൻമെൻറ്റിലൂടെയാണ് ഈ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? NCDC ഡയറക്റ്റ് ഫണ്ടിങ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏത് വർഷത്തെ അമെൻമെൻറ്റാണത്? NCDC 1974 ആണോ? NCDC അമെൻമെൻറ്റ് ആക്ട് 2002 ആണോ? NCDC അമെൻമെൻറ്റ് ആക്ട് 2018 ആണോ? അതോ 1963 ഫോം ചെയ്ത് അപ്പം തന്നെ ഇങ്ങനെയുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ NCDC അമെൻമെൻറ്റ് ആക്ട് 2002 ആണ് അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടി അവർ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിന് മുന്നേ എങ്ങനെയാണ് കൊടുത്തിരുന്നത്? അതിന് മുന്നേ ഫണ്ടിങ് സ്റ്റേറ്റിലൂടെ, ആദ്യം സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻസിന് കൊടുക്കും, അതിനുശേഷം കോപ്പറേറ്റീവ്സിന് കൊടുക്കും, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താ വരിക? NCDC അമെൻമെൻറ്റ് ആക്ട് 2002 ആണ് ഉത്തരം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിസംബർ 2025 യൂണിയൻ മിനിസ്റ്റർ അമിത് ഷാ ഇനാഗ്രേറ്റഡ് ദ സെക്കൻഡ് എർത്ത് സമ്മിറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോൾ അടുത്ത് നടന്ന കാരണം എർത്ത് സമ്മിറ്റിൻ ഗാന്ധിനഗറിൽ വെച്ചാണ് നടന്നത് കേട്ടോ. വേർ 13 സർവീസസ് കൂടെ അവരത് ഇനാഗ്രേറ്റ് ചെയ്തു. സഹകാർ സാരഥി വേർ ലോഞ്ച്ഡ്. സഹകാർ സാരഥി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് കൂടി ലോഞ്ച് ചെയ്തു. വിച്ച് ഇനീഷ്യേറ്റീവ് പ്രൊവൈഡ്സ് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ടു ഫാർമേഴ്സ്. ഇതിൽ പറഞ്ഞിട്ടുള്ള സ്കീമുകളിൽ ഏതാണ് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് ഫാർമേഴ്സിനുള്ളതെന്ന് നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ മനസ്സിലാവും. കാരണം കോപ്പറേറ്റീവ് ഗവേണൻസ് ഇൻഡെക്സ് ഉണ്ട്, പാക്സ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. ഏതിൻ്റെ ഭാഗമായിട്ട്? രണ്ടാമത്തെ എർത്ത് സമ്മിറ്റ് കേട്ടോ. രണ്ടാമത്തെ എർത്ത് സമ്മിറ്റ് ഗാന്ധിനഗറിൽ വെച്ച് നടന്നിട്ടുള്ള എർത്ത് സമ്മിറ്റ് 2025 ആണ് അതിൻ്റെ വർഷം വന്നിട്ടുള്ളത്. അതിൽ തന്നെയാണ് ഈ പാക്സ് വരുന്നത്. ഡിജി KCC വരുന്നത്, അതാണ് ഡിജിറ്റലൈസിങ് KCC കേട്ടോ. സഹകാർ സേതു വരുന്നുണ്ട്, സാരഥി ടെക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരുടെ ഇനീഷ്യേറ്റീവ് തന്നെയാണ്? ഇതൊക്കെ ഈ പ്രോഗ്രാംസൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത് NCDCയായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസ് തന്നെയാണ്. സോ ആ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കോപ്പറേറ്റീവ് ഗവേണൻസ് ഇൻഡെക്സ്, അതുപോലെ പാക്സ്, ഡിജി KCC, സഹകാർ സേതു, അതുപോലെ സാരഥി ടെക് എന്നത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഡിജി KCC ആണ് കേട്ടോ. ഡിജി KCC ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. KCCയായി ബന്ധപ്പെട്ട കാരണം നമുക്കതൊന്ന് ആൻസർ പിക്ക് ചെയ്യാൻ എളുപ്പമാണ്. അടുത്തത് നോക്കാം. അടുത്തതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. NCDC cannot finance individual members of cooperatives. NCDC is not a banking institution. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അസെഷൻ പോലെയാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ ബോത്ത് A and R ട്രൂ, R എക്സ്പ്ലെയിൻസ് A. അതോ ബോത്ത് A are true, R doesn't explains A. A ട്രൂ ആണ്, R ഫോൾസ് ആണ്. A ഫോൾസ് ആണ്, R ട്രൂ ആണ്. അങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ NCDC cannot finance ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന് ഫിനാൻസ് കൊടുക്കില്ല. NCDC ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോത്ത് A and R ട്രൂ ശരിയാണ്. Rനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് A എന്ന് പറയുന്നത്. R എന്താ പറയണത്? ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് NCDC ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓപ്ഷനായിട്ട് കൊടുക്കുക, ആൻസർ കൊടുക്കാവുന്നത് ഏതാണ്? എ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഉത്തരം എഴുതാം. അടുത്തത് സഹകാർ സേതു ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സഹകാർ സേതു പോർട്ടൽ ഒരു പ്രധാനപ്പെട്ട ഡിജിറ്റൽ ഇനീഷ്യേറ്റീവാണ്. ആരുമായി ബന്ധപ്പെട്ടതാണ്? NCDC ആണ്. NCDCയിലൂടെയാണ് അത് നടക്കുന്നത് കേട്ടോ. മിനിസ്ട്രി ഓഫ് കോർപ്പറേഷനാണ് തുടങ്ങിയത്, ലോഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ആണെങ്കിലും ആരുടെ പ്രോഗ്രാം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCDC ആണെന്ന് പറയാം. NCDCയിലൂടെയാണ് അത് നടക്കുന്നത്. അപ്പോൾ ദ സഹകാർ സേതു പോർട്ടൽ ആൻഡ് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് വാസ് ലോഞ്ച്ഡ് ബൈ യൂണിയൻ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ആണ് ലോഞ്ച് ചെയ്യുന്നത്. സോ ആ പോയിൻ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ആരിലൂടെ നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ NCDCയിലൂടെയാണ് നടത്തപ്പെടുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വർഷം ജസ്റ്റ് നോക്കുക. ഡിസംബർ 2025 ആണ് കേട്ടോ. ഡിസംബർ 2025 എന്ത് വന്നിട്ടുള്ളത്? സഹകാർ സേതു എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടൽ കേട്ടോ. സഹകാർ സേതു ഒരു പോർട്ടലാണ്. നമ്മുടെ RBIയുടെ കുറേ പോർട്ടലുകളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, അതേപോലെ തന്നെയുള്ളൊരു പോർട്ടലാണ്. ആരുടെ? NCDCയുടെ പോർട്ടൽ ചോദിച്ചാൽ സഹകാർ സേതു പോർട്ടലാണ്. അത് എന്തിനുള്ളതാണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സഹകാർ സേതു പോർട്ടൽ സഹകാർ സാരഥിയുമായി ബന്ധപ്പെട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് സഹകാർ സാരഥി. സഹകാർ സാരഥി ഒരു ഷെയർഡ് സർവീസ് എൻറ്റിറ്റിയാണ്. ആരെ ഡിജിറ്റലൈസ് ചെയ്യാൻ? റൂറൽ കോപ്പറേറ്റീവ് ബാങ്കുകളെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഈ സഹകാർ സാരഥി എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. അത് തുടങ്ങിയതും 2025 തന്നെയാണ്, ജൂലൈ 21. ഡേറ്റ് ഒന്നും പഠിക്കേണ്ട, വർഷം പഠിച്ചാൽ മതി. 2025 1000 കോടിയാണ്. അതിൽ ഈക്വലി ഷെയറുള്ള 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? നബാർഡും NCDCയും റൂറൽ കോപ്പറേറ്റീവ് ബാങ്കുകളും. ഈ 3 ആൾക്കാരുടെയും കൂടെയാണ് എന്ത്? ഈ സഹകാർ സാരഥി എന്ന് പറഞ്ഞ ഒരു ഷെയർഡ് എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, സഹകാർ സാരഥിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? നബാർഡുണ്ട്, NCDC ഉണ്ട്, റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. എന്തിനാണത്? ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മൾട്ടി ഏജൻസി ഓഫ് ഫിനാൻസ് ഫോർ ദ ഡയറി കോപ്പറേറ്റീവ്സ് ഈസ്. ആരുമായി ബന്ധപ്പെട്ടതാണ്? നമ്മളിപ്പോൾ NCDC ആണ് ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഉത്തരം പെട്ടെന്ന് NCDC എന്ന് പറയാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മൾട്ടി ഏജൻസി ഓഫ് ഫിനാൻസ് ഫോർ ദ ഡയറി കോപ്പറേറ്റീവ്സിന് NCDC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് സ്റ്റാർട്ട് ചെയ്ത വർഷം. ഇതാരാണ്? NCDCയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ്. ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് ആദ്യം വെയർഹൗസിംഗ് ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷമാണ് NCDC ഉണ്ടായതും. ഇത് NCDC ആയി പിന്നെ NCDCയിലേക്ക് പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ ലയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. ഇതിൻ്റെ വർഷം ഏതാണ്? 1956 NCDW. ഇതിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആരാണ്? സർവേ കമ്മിറ്റിയാണ് ഇതിനെ റെക്കമെൻഡ് ചെയ്തത് കേട്ടോ. സോ ആ കമ്മിറ്റി ഒന്ന് ഓർത്ത് വയ്ക്കണം. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് സ്റ്റാർട്ട് ചെയ്ത വർഷം 1956. പിന്നെ NCDC എന്താണെന്ന് ചോദിക്കാം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ, അതോ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണോ, നാഷണൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണോ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണോ? ആരാണ് NCDC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCDC ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണെന്ന് പറയാം കേട്ടോ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒന്നും അല്ല, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. ചെയർമാൻ ആരാണ്? NCDCയുടെ ചെയർമാൻ ആരാണ്? ഇപ്പോൾ അമിത് ഷാ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അമിത് ഷാ ആരാണ്? സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്ററാണ് കേട്ടോ. സ്റ്റേറ്റ് അല്ല, സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ്. കോർപ്പറേഷൻ എന്നല്ല കേട്ടോ വേണ്ടത്. സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഫോർ കോഓപ്പറേഷൻ ആണ് ആര്? അമിത് ഷാ. ചെയർമാൻ ഓഫ് NCDC എന്ന് പറഞ്ഞാൽ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്ററാണ് വരിക കേട്ടോ. ഓക്കെ, സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ് ആര്? ചെയർമാൻ കേട്ടോ, NCDCയുടെ ചെയർമാൻ. ഇനി ട്രെയിനിങ് ഓഫ് പേഴ്സണൽ കോപ്പറേറ്റീവ്. ട്രെയിനിങ് ഓഫ് പേഴ്സണൽ ഇൻ കോപ്പറേറ്റീവ് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് റൺ ചെയ്യുന്നത് ആരാണ്? റൺ ചെയ്യുന്നത് NCDC ആണ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനാണ്. ടോപ്പിക്ക് റൺ ചെയ്യുന്നത് ആരാണ്? NCDC ആണ്. ടോപ്പിക്കിൻ്റെ ഫുൾ ഫോം വേണമെങ്കിൽ ചോദിക്കാം. ട്രെയിനിങ് ഓഫ് പേഴ്സണൽ ഇൻ കോപ്പറേറ്റീവ്സ് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗുർഗാവോണിലാണ് കേട്ടോ. ഗുർഗാവോണിലാണ്. പിന്നെ അത് കൂടാതെ അവരുടെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി പഠിക്കണം. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല തോന്നുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ലിനാക്ക് കേട്ടോ. അതിൻ്റെ ലിനാക്കിൻ്റെയും ആസ്ഥാനം എവിടെ തന്നെയാണ്? ഗുർഗാവോൺ, ഹരിയാന കേട്ടോ. ഹരിയാനയിലാണ് ഗുർഗാവോൺ.
അപ്പോൾ അതും കൂടി പഠിക്കണം. ലിനാക്കിൻ്റെ ഫുൾ ഫോമും പഠിക്കണം. ലക്ഷ്മൺ റാവു ഇംദാർ നാഷണൽ അക്കാദമി ഫോർ കോപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതാണ് ലിനാക്ക്. ലിനാക്കിൻ്റെ വർഷം വേണമെങ്കിൽ പഠിക്കണം. 1985 കേട്ടോ. ലിനാക്കിൻ്റെ വർഷം 1985. ടോപ്പിക്ക് പോലെ തന്നെയുള്ള ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ. സോ ഒന്ന് നോട്ട് ചെയ്യുക. ലിനാക്കിൻ്റെ വർഷം പറഞ്ഞു നമ്മൾ 1985 ലിനാക്കിൻ്റെ വർഷം. ഓർത്തിരുന്ന് പഠിക്കുക കേട്ടോ. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും വരുന്നതും ഈ ഗുർഗാവൺ ഹരിയാനയാണ്. ടോപ്പിക്ക് വരുന്നതും ഗുർഗാവൺ ഹരിയാന, രണ്ടും റൺ ചെയ്യുന്നത് ആരാണ്? NCDC ആണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ അടുത്തത് വരുന്നത് ICDP ആണ്. അതൊരു പ്രോജക്റ്റ് ആണെന്നറിയാം. അത് കേരളത്തിൽ മോണിറ്റർ ചെയ്യുന്ന അതോറിറ്റി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ICDP കേരളത്തിൽ ആരാണ് മോണിറ്റർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ, അതോ രജിസ്ട്രാർ ആണോ, അഡീഷണൽ രജിസ്ട്രാർ ആണോ, മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അഡീഷണൽ രജിസ്ട്രാർ ആണ് കേരളത്തിൽ മോണിറ്റർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. വാട്ട് ഈസ് ദ മോട്ടോ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ്? NCDCയുടെ ഫുൾ ഫോം പഠിക്കണം. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണെന്ന് പഠിക്കുക. അപ്പോൾ അതിൻ്റെ മോട്ടോ എന്താണ്? എന്താണ്? അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ഓൾവേസ് എന്നുള്ളതാണ് അതിൻ്റെ മോട്ടോ അല്ലേ. അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ഓൾവേസ് എന്നുള്ളത് ആരുടെ മോട്ടോ ആണ്? NCDCയുടെ മോട്ടോ ആണ് അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ഓൾവേസ് എന്നുള്ളത്. അടുത്തത് മേജർ പോർഷൻ ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗിവൺ ബൈ NCDC ഇൻ ദ ഫോം ഓഫ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ്. PYQ ആണ് കേട്ടോ. ദ മേജർ പോർഷൻ ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗിവൺ ബൈ NCDC ഇൻ ദ ഫോം ഓഫ്, ഏത് ഫോമിലാണ് കൊടുക്കുന്നത് NCDC? ഗ്രാൻഡ് ആയിട്ടാണോ, സബ്സിഡി ആയിട്ടാണോ, ലോൺസ് ആയിട്ടാണോ, അതോ ബോത്ത് B ആൻഡ് C ആണോ, സബ്സിഡി ആൻഡ് ലോൺസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബോത്ത് B ആൻഡ് C ആണ് കേട്ടോ. സബ്സിഡി ലോണായിട്ടും രണ്ട് രീതിക്കാണ് കൊടുക്കുക. സോ സബ്സിഡി ബോത്ത് B ആൻഡ് C ആണ് ഉത്തരമായിട്ട് വരിക. സബ്സിഡി ആൻഡ് ലോൺസ്. മേജർ പോർഷൻ ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗിവൺ ബൈ NCDC ഇൻ ദ ഫോം ഓഫ് സബ്സിഡീസ് ആൻഡ് ലോൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഫണ്ട് യു യൂട്ടിലൈസ്ഡ് ഫോർ പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഫോർ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിന് അവർക്ക് ഷെയർ ടേക്ക് ചെയ്യുക, ഗ്രാൻറ്റിംഗ് ലോൺസ്, പ്രൊവൈഡിങ് ഗ്രാൻറ്റ്സ് ആൻഡ് സബ്സിഡീസ്, ഇതൊക്കെ കൊടുക്കുന്നത് ഏത് ഫണ്ടിൽ നിന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉണ്ട്. അത് നമ്മൾ എല്ലാ ഫണ്ടുകളും നോക്കി നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ഓരോ ഫണ്ടുകളും ഓരോരുത്തരുടെയാണ് അല്ലേ. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ടാണ് ഇവിടെ NCDCയുടെ ഫണ്ട് കേട്ടോ. ആ ഫണ്ടിൽ നിന്നാണ് അവർ ഈ പ്രോസസ്സിനും മാർക്കറ്റിംഗ് സൊസൈറ്റീസിനുമൊക്കെ ഷെയർ എടുക്കുന്നതും അവർക്ക് ലോൺസ് ഗ്രാൻറ്റ് ചെയ്യുന്നതും ഒക്കെ കേട്ടോ. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ NCDCയുടെ ഫണ്ടാണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സെലക്ട് റോങ് വൺ, തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ട് ചെയ്യണം. The Union Minister of Corporation serves as the ex officio chairman of the General Council of the National Cooperative Development Corporation. ആ പ്രസ്താവന ശരിയാണോ? ശരിയാണ് അല്ലേ. യൂണിയൻ മിനിസ്റ്ററാണ്, സഹകരണ യൂണിയൻ മിനിസ്റ്ററാണ്, എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ജനറൽ കൗൺസിലുണ്ട്, ഇതുണ്ട്, ജനറൽ കൗൺസിലും ഉണ്ട്. പിന്നെന്താ ഉള്ളത്? പിന്നെ അവർക്ക് ബോർഡും ഉണ്ട് കേട്ടോ. ജനറൽ കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണമൊക്കെ നമുക്ക് പഠിക്കാം. ജനറൽ കൗൺസിലും ഉണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഉണ്ട്. രണ്ട് കൂട്ടരുണ്ട് NCDCക്ക്. അതിലെ ജനറൽ കൗൺസിലിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിട്ടുള്ളതാണ് യൂണിയൻ മിനിസ്റ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്. NCDC സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 3rd 5-year പ്ലാനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 3rd 5-year പ്ലാനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ശരിയാണ്. 3rd 5-year പ്ലാനിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഫോർമേഷൻ ഓഫ് NCDC റിലേറ്റഡ് ടു ക്രാഫി കാർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. ക്രാഫി കാർഡ് കമ്മിറ്റി അല്ല. ക്രാഫി കാർഡ് കമ്മിറ്റിക്ക് NCDC ആയിട്ടുള്ള ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ക്രാഫി കാർഡ് കമ്മിറ്റി അല്ല. ഇവിടെ നമ്മുടെ ഇവരുടെ മുൻഗാമി ആയിട്ടുള്ള ആര്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ഇവരുടെ മുൻഗാമിനെ. അതായത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെയർ ഹൗസിംഗ് ബോർഡ് വേണം. 1956 അങ്ങനെ വന്നതാണ് അത്. അതിനുശേഷമാണ് അത് നമ്മുടെ എന്തായി മാറുന്നത്? NCDC ആയി മാറുന്നത്. പിന്നെ ഇതിനെ സ്റ്റേറ്റിലേക്ക് ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു നാഷണൽ ലെവലിലുള്ള സംഭവം ഏറ്റെടുത്തത്. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റായ പ്രസ്താവനയാണ്. ചെയർമാൻ ഓഫ് NCDC ഒരു IAS ഓഫീസർ വേണമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. സോ അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഈ ഒരു പ്രസ്താവനകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. യൂണിയൻ മിനിസ്റ്ററാണ്, ജനറൽ കൗൺസിലിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിട്ടുള്ളത്. 3rd 5-year പ്ലാനിലാണ് NCDC സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. NCDC ബന്ധപ്പെട്ട കമ്മിറ്റി ചോദിക്കുകയാണെങ്കിൽ സർവേ കമ്മിറ്റീനെ നമുക്ക് എഴുതാം. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റീനെ എഴുതാം. ചെയർമാൻ ആരാണ്? IAS ഓഫീസർ ആയിരിക്കണമെന്നും ഓർത്തു വയ്ക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇൻ വിച്ച് ഇയർ വാസ് ദ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത വർഷം, എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ്. അപ്പോൾ ആ വർഷം ഇനിയിപ്പോൾ ഒന്ന് ചേർത്തില്ല എന്ന് വേണ്ട, അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. 1963 നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ബിഫോർ ദ ഫോർമേഷൻ ഓഫ് NCDC സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ഈ റൂറൽ വെയർ ഹൗസിംഗ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആരാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ NCDW ആണ് ആദ്യം കൈകാര്യം ചെയ്തിരുന്നത് കേട്ടോ. NCDW ആണ് ആദ്യം കൈകാര്യം ചെയ്തിരുന്നത്. പിന്നെ NCDC ഏറ്റെടുക്കുകയും അതിന് കീഴിൽ 2 വിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബിഫോർ ദ ഫോർമേഷൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇൻ 1963 റൂറൽ വെയർ ഹൗസിംഗ് ബോർഡ് മുമ്പ് ആരാ ചെയ്തിരുന്നത്? NCDW ആണ് ആദ്യം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇന്ത്യയുടെ എർത്ത് സമ്മിറ്റാണ്. അപ്പോൾ എർത്ത് സമ്മിറ്റ് ഇന്ത്യാസ് എർത്ത് സമ്മിറ്റ് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം അല്ലാതെ എർത്ത് സമ്മിറ്റ് ദോഹയിലുണ്ട് കേട്ടോ, ദോഹയിൽ നടന്നുണ്ട്. എർത്ത് സമ്മിറ്റ് എന്ന് മാത്രമാണെങ്കിൽ അത് ഇതുമായി കണക്ട് ചെയ്യരുത്. ഇത് ഇന്ത്യാസ് എർത്ത് സമ്മിറ്റാണ്, അത് മാത്രമാണ് കോപ്പറേറ്റീവ്സായി ബന്ധമുള്ളത് കേട്ടോ. മറ്റേ എർത്ത് സമ്മിറ്റ് ദോഹയിലാണ് നടന്നിട്ടുള്ളത്, അത് വേറെയാണ് കേട്ടോ. ഇത് ഇന്ത്യാസ് എർത്ത് സമ്മിറ്റ് 2025 ഓർഗനൈസ്ഡ് ബൈ ആരാണ് ഓർഗനൈസ് ചെയ്തത്? നബാർഡാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. നബാർഡ് മാത്രമല്ല, ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ അവരും കൂടിയാണ്, 2 കൂട്ടരും കൂടിയാണ്. നബാർഡാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. നമുക്ക് ഇന്ത്യാസ് എർത്ത് സമ്മിറ്റ് 2025 ആരുമായി കണക്ട് ചെയ്ത് വെക്കണം? നബാർഡുമായി കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു ഗാന്ധിനഗറിൽ വെച്ചിട്ടാണെന്ന്. സോ ഗാന്ധിനഗർ ഗുജറാത്തിൽ വെച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്ത് പഠിച്ചു പോവാം. ഗാന്ധിനഗർ ഗുജറാത്തിലാണ്. അപ്പോൾ ഇത് ഡിസംബർ 5-6, 2025 ആ സമയത്താണ് നടന്നിട്ടുള്ളത്. യൂണിയൻ ഹോം മിനിസ്റ്റർ, കോർപ്പറേഷൻ മിനിസ്റ്ററായിട്ടുള്ള അമിത്ഷാ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ സമ്മിറ്റ് ഫോക്കസ് ചെയ്തത് ഡിജിറ്റൽ അഗ്രികൾച്ചറിൽ കൊണ്ടുവരണം, സസ്റ്റൈനബിൾ ഫിനാൻസ് കൊണ്ടുവരണം, സ്ട്രെങ്തനിങ് ഓഫ് റൂറൽ കോപ്പറേറ്റീവ്സ്, ബാങ്കിനെ ഒത്തിരി കൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യണം എന്നൊക്കെയാണ്. അതിലാണ് ഈ സഹകാർ സാരഥി, അതുപോലെ തന്നെ DGKCC നമ്മൾ പറഞ്ഞല്ലോ, പാക്സ്, അങ്ങനെ കുറേ സംഭവം. അത് കൂടാതെ പ്രധാനപ്പെട്ട ഒന്ന്, വേൾഡിലെ ലാർജസ്റ്റ് ഗ്രെയിൻ സ്റ്റോറേജ് പ്ലാൻ കോപ്പറേറ്റീവ് സെക്ടറിൽ വേണം എന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് ചെയ്ത പ്രപ്പോസ് ചെയ്ത ഒരു സമ്മേളനം കൂടിയാണ് ഇന്ത്യാസ് എർത്ത് സമ്മിറ്റ് 2025. അതിനുവേണ്ടി അവർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ഗ്രെയിൻ സ്റ്റോറേജ് പ്ലാൻ ഇന്ത്യയിൽ വേണമെന്നും അത് സഹകരണ മേഖലയിൽ വേണമെന്നും ഈ ഒരു NCDCയുടെ പ്രവർത്തനം അതിനെ ഏകോപിപ്പിക്കാം എന്നും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ എർത്ത് സമ്മിറ്റിന് ആ ഒരു പ്രാധാന്യം കൂടി ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തത് വിച്ച് ഓഫ് ദീസ് ഈസ് NCD's ഓൺലൈൻ പോർട്ടൽ. നമ്മൾ ആദ്യം പറഞ്ഞു ഓൺലൈൻ പോർട്ടലിൻ്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. അതാണ് ലോൺ ആപ്ലിക്കേഷൻ ആൻഡ് ട്രാക്കിംഗ് ആണ് ആ ലോൺ, പിന്നെ നമ്മളെ എന്താ പറയുക, ആ പോർട്ടലിൻ്റെ ഉപയോഗം. നമ്മൾ പറഞ്ഞു ആദ്യം പറഞ്ഞത് സഹകാർ സേതു ആണ് അല്ലേ, സഹകാർ സാഗർ, സഹകാർ സേതു, കൂപ്പ് മിത്ര എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ സഹകാർ സേതു ആണ് ആരുടെ? NCDCയുടെ സഹകാർ സേതു NCDCയുടെ ഓൺലൈൻ പോർട്ടൽ ഫോർ എൻഡ് ടു എൻഡ് ലോൺ പ്രോസസ്സിങ് ആൻഡ് മോണിറ്ററിങ്ങിനുള്ളതാണ് കേട്ടോ. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുത്തിട്ടുണ്ടാവും, ലോൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഫെഡറേഷൻസിനും ഒക്കെ. അപ്പോൾ അവർ അതേപോലെ സബ്സിഡീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ലോൺസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോസസ്സിങ്ങും മോണിറ്ററും ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? സഹകാർ സേതു എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്യാം. അടുത്തത്, അപ്പോൾ സഹകാർ സേതു മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ അത് കൂടാതെ നമ്മുടെ NCDCയെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ള, അതായത് നോർമലി സഹകാർ എന്നുള്ള യുവ സഹകാർ ഉണ്ട്, അതുപോലെ സഹകാർ 2022 ഉണ്ട്, സഹകാർ മിത്രയുണ്ട്. ഇതൊക്കെ നമ്മുടെ NCDCയെ ബന്ധപ്പെട്ടതാണ്. അതുപോലെ ആയുഷ്മാൻ സഹകാർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ആയുഷ്മാൻ സഹകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് ആൻഡ് ഇംപ്രൂവിങ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഹോസ്പിറ്റൽസ് പോലെ സഹകരണ ഭാഗത്ത് തന്നെ ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, മെഡിക്കൽ ഷോപ്പുകൾ, ഹോസ്പിറ്റലുകൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ബിൽഡിംഗ് ആൻഡ് ഇംപ്രൂവിങ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ആയുഷ്മാൻ സഹകാർ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ സഹകാറുമായി ബന്ധപ്പെട്ട വാക്കുകൾ നമ്മൾ സഹകാർ സേതു. അപ്പോൾ ഇതൊക്കെ NCDC ആണ്. യുവ സഹകാർ, സഹകാർ 2022, സഹകാർ മിത്ര, അതുപോലെ ആയുഷ്മാൻ സഹകാർ എന്നൊക്കെ ഉള്ളത് ആരുമായി ബന്ധപ്പെട്ടതാണ്? NCDCയായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, NCDC സൈൻഡ് MOU with which organization in 2024 for promoting coop exports. എക്സ്പോർട്സിനെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമായിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്. അതാണ് AEPDA അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സൈൻ ചെയ്തു. ആരുമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ആരുമായിട്ട് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ടിംഗ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് കേട്ടോ. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1986 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, നമ്മൾ കണ്ടപ്പെടുത്തു എന്നുള്ളൂ കേട്ടോ. അതായത് NCDC സൈൻഡ് MOU വിത്ത് AEPD എന്നൊന്ന് ഓർത്തിരിക്കുക. ഈ AEPD എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ടിംഗ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1986 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണെന്ന് ഓർത്തിരിക്കുക. NCDCയുടെ യുവ സഹകാർ സ്കീം എന്ന് ലോഞ്ച് ചെയ്തത് എന്തിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. യുവ സഹകാർ എന്തിനാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്ന്. എന്തിനാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ന്യൂ ജനറേഷൻ കോപ്പറേറ്റീവ്സ് വിത്ത് യങ് എൻ്റർപ്രണേഴ്സ്, അതിന് വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്തത്. യുവ സഹകാർ എന്ന് പറയുമ്പോൾ തന്നെ, യുവ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? യൂത്ത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് യൂത്താണ്. ന്യൂ ജനറേഷൻ കോപ്പറേറ്റീവ്സ് വിത്ത് യങ് എൻ്റർപ്രണേഴ്സുമായി ബന്ധപ്പെട്ടതാണ് യുവ സഹകാർ എന്നുള്ളത് കേട്ടോ. NCDC ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ അവർക്ക് സപ്പോർട്ടും ഇന്നൊവേഷൻ സ്കീമൊക്കെ കൊടുക്കുന്നുണ്ട്. 2% ഇൻട്രസ്റ്റ് സബ്വെൻഷനൊക്കെ കൊടുക്കുന്നുണ്ട് NCDC കേട്ടോ. അടുത്തത് NCDC പ്രൊവൈഡ്സ് അസിസ്റ്റൻസ് ടു കോപ്പറേറ്റീവ്സ് ഇൻ വിച്ച് സെക്ടേഴ്സ്. ഏതൊക്കെ സെക്ടറിലാണ് NCDC അസിസ്റ്റൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചറും അലൈഡും, അഗ്രികൾച്ചറും അനുബന്ധവും, ഹാൻഡ്ലൂമും ഹാൻഡിക്രാഫ്റ്റും, കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, അതുപോലെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ഇവിടെയൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. 1, 2, 3, 4 തന്നെയാണ് വരിക. അപ്പം എല്ലാവർക്കും 1, 2, 3, 4 അല്ല, നമ്മൾ ABC ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഓപ്ഷൻസ് ഇട്ടപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ, സോറി. അപ്പോൾ എല്ലാം ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ പഠിച്ചാൽ മതി കേട്ടോ. 1, 2, 3, 4 എന്ന് വെച്ചാൽ ഇത് 1, 2, 3 എല്ലാം ഉണ്ട്. അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ഉണ്ട്, ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട്, കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഉണ്ട്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഉണ്ട്. PDF റെഡിയാക്കുമ്പോൾ ഒന്ന് വേണമെങ്കിൽ റെഡിയാക്കാം കേട്ടോ. അഗ്രികൾച്ചറും അലൈഡും ഇൻഡസ്ട്രിയലും സർവീസ് സ്കോപ്സിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി NCDCയുടെ സഹകാർ മിത്ര സ്കീം എന്തിനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിത്ര സ്കീം ഓപ്ഷൻസ് എന്തൊക്കെയുള്ളത്? ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് ലോൺ വെയ്വർ ഫോർ PACS, അതുപോലെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ഫോർ യൂത്ത് ടു വർക്ക് വിത്ത് കോപ്പറേറ്റീവ്സ്. അപ്പോൾ അത് മാത്രം നോക്കാം നമുക്ക് കേട്ടോ. ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ് യൂത്തിന്. അതാണ് എന്ത്? സഹകാർ മിത്ര എന്ന് പറയുമ്പം എന്താണ്? യൂത്തിന് ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം കൊടുക്കുകയാണ്. മിത്ര എന്ന് പറഞ്ഞാൽ ആലോചിക്കുക. മിത്രം എന്ന് വെച്ചാൽ ഫ്രണ്ട് എന്നുള്ള അർത്ഥമല്ല. അപ്പോൾ അതുപോലെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ് യൂത്തിന് വർക്ക് വിത്ത് കോപ്പറേറ്റീവ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊന്നും അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് 2020 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് NCDCയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത് എന്നാണ് കേട്ടോ. നോട്ട് എ ഫംഗ്ഷൻ ഓഫ് NCDC ആണ് ചോദിച്ചിട്ടുള്ളത്. ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? പ്ലാനിങ് ആൻഡ് പ്രൊമോട്ടിംഗ് പ്രോഗ്രാംസ് ഫോർ കോപ്പറേറ്റീവ്സ്, അത് ഫംഗ്ഷൻ അല്ലേ? അതെ, ഫംഗ്ഷനാണ്. പിന്നെ അതുപോലെ ഡയറക്റ്റ്ലി ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഫ്രം പബ്ലിക്, അത് ഫംഗ്ഷനാണോ? ഫിനാൻസിങ് പ്രോജക്ട്സ് ഫോർ കോപ്പറേറ്റീവ്സ്, അത് ഫംഗ്ഷനാണ്. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, കാരണം അവരൊരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ? അല്ലല്ലോ, ഒരു ബാങ്ക് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ടെക്നിക്കൽ ഗൈഡൻസ് ടു കോപ്പറേറ്റീവ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. NCDC ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്, അല്ലാതെ ഒരു ബാങ്ക് അല്ല ഫിനാൻസ് പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, അതാണ് ഇവിടെ അല്ലാത്തത്, ഫംഗ്ഷൻ അല്ലാത്തത് ഡയറക്ട്ലി ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഫ്രം പബ്ലിക് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NCDC പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കോപ്പറേറ്റീവ്സ് ഫോർ, എന്തിനൊക്കെയാണ് കൊടുക്കുന്നത്? മാർക്കറ്റിംഗ് ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. പ്രോസസ്സിംഗ് ആൻഡ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന് കൊടുക്കുന്നുണ്ട്. സ്റ്റോറേജ്, വെയർ ഹൗസിംഗ് ആണല്ലോ ഇവർക്ക്, അപ്പോൾ സ്റ്റോറേജിന് അഗ്രികൾച്ചർ സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ, അഗ്രികൾച്ചറൽ ഇൻപുട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏത് കോഡാണ് കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോഡും കറക്റ്റാണ്. അപ്പോൾ 1, 2, 3, 4 കേട്ടോ, എല്ലാം ശരിയാണ് കേട്ടോ, എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. NCDC കവേഴ്സ് എൻറ്റയർ അഗ്രികൾച്ചറൽ വാല്യൂ ചെയിൻ ഫോർ കോപ്പറേറ്റീവ്സ് എന്നാണ് ഓർത്ത് വയ്ക്കുക. NCDCയുടെ ഫങ്ഷൻസ് ഏത് മിനിസ്ട്രിയിലാണ് നടക്കുന്നതെന്നാണ്, ഏത് മിനിസ്ട്രിയിലാണ് NCDC ഫങ്ഷൻസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ NCDC വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിഫ്റ്റഡ് ഫ്രം, ആദ്യം അഗ്രികൾച്ചറൽ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ബോർഡിന് കീഴിലായിരുന്നല്ലോ. ആദ്യം സഹകരണ വകുപ്പ് ഉണ്ടായിരുന്നില്ല, മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയറിൻ്റെ കീഴിലായിരുന്നു. 2021 ജൂലൈ തൊട്ടിട്ടാണ് ഇങ്ങനെ ഒരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എന്ത് ചെയ്തു? ഈ മിനിസ്ട്രിയിലേക്ക് മാറുകയാണ് ഉണ്ടായത് കേട്ടോ. സോ അതുകൊണ്ട് ഷിഫ്റ്റഡ് ഫ്രം അഗ്രികൾച്ചർ മിനിസ്ട്രി ടു മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ എന്നോട്ട് ജൂലൈ 2021 തൊട്ട് കേട്ടോ. ഇനി എന്തായാലും NCDC എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം നമുക്ക് പഠിക്കാം. ഏതാ വർഷം? അതായത്
1963 അല്ലേ? 1963 അപ്പോൾ ഡേറ്റും കൂടി ഓർത്ത് വയ്ക്കുക. 13 കേട്ടോ. 13/3/1963. ചിലർ പറയണു 14/3. പല പുസ്തകങ്ങളും അങ്ങനെ കാണാണ്ട്. നിങ്ങൾ 2 ഡേറ്റും ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. എന്തായാലും രണ്ടും കൂടി ഓപ്ഷനിൽ ഉണ്ടാവില്ല. ഇവിടെ 62 ഞാൻ ഇട്ടിരിക്കുന്നത്, 63 അല്ല. അങ്ങനെ കൊടുക്കില്ല എന്തായാലും. അപ്പോൾ അതുകൊണ്ട് 13/3/1963. ചില ബുക്കിൽ 14/3 എന്നും കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടും പഠിച്ചോളൂ, നമ്മൾ തർക്കിക്കാൻ പോണ്ട. നമുക്കൊരു മാർക്കാണല്ലോ വലുത്. അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് പഠിക്കുക കേട്ടോ. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് റെക്കമെൻഡ് ചെയ്തത് ആരാണ് റെക്കമെൻഡ് ചെയ്തത്? സർവേ കമ്മിറ്റി ആണെന്ന് ഉറച്ച് പഠിക്കുക കേട്ടോ. സർവേ കമ്മിറ്റിയാണ്, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് പിന്നെയാണ് NCDC ഒക്കെ ഫോം ചെയ്യുന്നത് കേട്ടോ. NCDC സ്റ്റാർട്ട് ചെയ്തത് ഏത് 5 ഇയർ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്? നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, 3rd 5 ഇയർ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് NCDC സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സോ അതൊന്ന് വീണ്ടും പറയുകയാണ്, അതൊക്കെ പഠിക്കാനാണ് പറയണത് കേട്ടോ. ലീഡ് ആൻഡ് ലിങ്ക് സ്കീം എന്ന് പറഞ്ഞ സ്കീം ഇവരുമായി ബന്ധപ്പെട്ടതാണ്. ലീഡ് ആൻഡ് ലിങ്ക് സ്കീം അല്ല, ലീഡ് ലിങ്ക് സ്കീം ആരുമായി? ഇതിൻ്റെ വേറൊരു പേരെന്തായിരുന്നു? റൂറൽ കൺസ്യൂമർ സ്കീം എന്നായിരുന്നു കേട്ടോ. ലീഡ് ലിങ്ക് സ്കീമിൻ്റെ വേറൊരു പേരെന്താ? അങ്ങനെയാവും ചിലപ്പോൾ ചോദിക്കുക. റൂറൽ കൺസ്യൂമർ സ്കീം റിലേറ്റ്സ് ടു. അപ്പോൾ NCDC ആണ്. അതിൻ്റെ വർഷം 1976. അപ്പോൾ ഇതിൻ്റെ വർഷം ഏതാണ്? 1976. രണ്ടും ഒന്നാണ് കേട്ടോ. ലീഡ് ലിങ്ക് സ്കീമും അതുപോലെ ഏതാ? റൂറൽ കൺസ്യൂമർ സ്കീമും കേട്ടോ. NCDC ആണ് 1976 കേട്ടോ. ഓക്കെ. അതായത് ഈ ഒരു ലീഡ് സൊസൈറ്റീനെ വെക്കുക. അതിൽ ലീഡും ഉണ്ടാവും, കുറച്ച് അതിൻ്റെ താഴെ പാക്സും ഉണ്ടായിരിക്കും. അവരായിരിക്കും ലിങ്ക് സൊസൈറ്റീസ് എന്ന് പറയുക. ലീഡ് സൊസൈറ്റി ഒരു മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ കൺസ്യൂമർ സൊസൈറ്റിയോ ഫ്രണ്ടിലുണ്ടാവുക. അതിൻ്റെ താഴെ ലിങ്ക് സൊസൈറ്റീസായിട്ട് പാക്സുകൾ ഉണ്ടായിരിക്കും. അതാണ് പറഞ്ഞത് ഈ ലീഡ് ലിങ്ക് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ. അപ്പോൾ അത് റൂറൽ കൺസ്യൂമർ സ്കീമെന്നോ ലീഡ് ലിങ്ക് സ്കീമെന്നോ രണ്ടും പഠിച്ചു വയ്ക്കുക. രണ്ടും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്തത് ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ ഇന്ത്യ വെച്ച് ICDP പ്രോജക്റ്റ് ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഇന്ത്യയിലാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നാദിയയിലാണ്. ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചോദിച്ചാൽ നാദിയയിലാണ്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കണം. നാദിയയിലാണ് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് കേട്ടോ. നാദിയയിൽ പഠിച്ചു വെക്കണം. പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ വയനാട്ടിലാണ് ആദ്യം കേട്ടോ. നാദിയയുടെ വർഷം 85. നാദിയയിൽ 85 കേട്ടോ ശരിക്കും വരുന്നത്. അപ്പോൾ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 85-86 കാലഘട്ടത്തിലാണ്. അപ്പോൾ 85 നാദിയയിൽ പറയപ്പെടുന്നത്. വെസ്റ്റ് ബംഗാളിലാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വയനാട്ടിലാണ് പറയുന്നത്. അത് 87-88 കാലഘട്ടത്തിലാണ് കേട്ടോ ICDP പ്രോജക്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഈ നാദിയ 1985 ഒന്ന് പഠിച്ചോളൂ. അടുത്തത് കൺസിഡറിങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ട്രൂ. ശരി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കാം. NCDC ഈസ് ദ സക്സസർ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് ഫോംഡ് ഇൻ 1956. ശരിയല്ലേ? ശരിയാണ്. NCDC സക്സസറാണ്, അവരുടെ മുൻഗാമി എന്നറിയപ്പെടുന്നു. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെയർഹൗസിംഗ് ബോർഡ് സ്റ്റാർട്ട് ചെയ്ത് 1956. ഇനി ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്തത് NCDC ആണ്. വർഷം 75-76. അപ്പോൾ അത് പ്രശ്നമാണ്. 75-76 അല്ല വർഷം വന്നിട്ടുള്ളത് എന്താണ്? 85-86 കേട്ടോ. സോ അവിടെ ഇയർ തെറ്റാണ്. അത് പെശകുള്ള ഓപ്ഷനാണ്. NCDC ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫിനാൻസ് വെൽഫെയർ. അതങ്ങനെയല്ല. NCDC ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ എന്നാണ് വരേണ്ടിയിരുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ് കേട്ടോ. NCDC സ്റ്റാർട്ടഡ് ഡ്യൂറിങ് 3rd 5 ഇയർ പ്ലാൻ. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായത് 1 ശരിയാണ്, 4 ശരിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ ഓപ്ഷനാണ് കൊടുക്കാൻ പറ്റുക കേട്ടോ. ഓക്കെ. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് സ്കീം സ്റ്റാർട്ട് ചെയ്തത് NCDC ആണ്. 85-86 കേട്ടോ. ആ വർഷം ഒന്ന് പഠിച്ചോളൂ. 85-86 പഠിച്ചോളൂ. ഇനി നമ്മൾ പറഞ്ഞു ജനറൽ കൗൺസിലുണ്ട്. NCDCക്ക് ജനറൽ കൗൺസിലും ഉണ്ട്, ബോർഡ് ഓഫ് മാനേജ്മെൻറ്റും ഉണ്ട്. രണ്ടും ഉണ്ട്. ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ജനറൽ കൗൺസിലിൽ എത്ര ആൾക്കാരാണ്? ജനറൽ കൗൺസിൽ ചോദിച്ചിട്ടുണ്ട്. PYQ ആണ് കേട്ടോ. 51 കേട്ടോ. 51 മെമ്പേഴ്സാണ് ചോദിച്ചിട്ടുണ്ട്. NCDCയുടെ ജനറൽ കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം 51. അതുപോലെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിലെ അംഗങ്ങളുടെ എണ്ണം 12. ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിലെ അംഗങ്ങളുടെ എണ്ണം 12. ഈ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ചിലപ്പോൾ അങ്ങനെയും ചോദിക്കുക. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ.
ഈ ജനറൽ കൗൺസിൽ എത്ര പേരുണ്ട്? 51 മെമ്പേഴ്സ് ഉണ്ട്. ഈ ജനറൽ കൗൺസിൽ ഹെഡ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു ചെയർമാൻ. ആരാ ചെയർമാൻ? നമ്മുടെ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ കേട്ടോ, അതാണ് ഹെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൽ എത്ര പേരുണ്ട്? 12 പേര്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര പേരുണ്ട് ചോദിച്ചാലും 12 തന്നെ കേട്ടോ. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് എന്ത്? NCDC അല്ല, സെൻട്രൽ ഗവൺമെൻറ് ആണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ NCDCക്ക് 18 റീജിയണൽ ഡയറക്ടറീസ് ആണുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ NCDCയുടെ ആക്ട് വേണമെങ്കിൽ ചോദിക്കാം. ആക്ട് ചോദിച്ചാൽ എന്താ പറയുക? 1962 ആക്ട് കേട്ടോ. ആക്ട് നമ്പർ 26 ആണ്. 1962 തേർഡ് 5 ഇയർ പ്ലാൻ. 1962 പാർലമെൻറ്റിൽ ആക്ട് പാസ്സാവുന്നത് കേട്ടോ. 1962 ആക്ട്. ആ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇനി ICDP സ്റ്റാൻഡ്സ് ഫോർ, ICDP പ്രോജക്റ്റ് ആണെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. പ്രോജക്റ്റാണ്, ഇൻ്റഗ്രേറ്റഡുമാണ് പ്രോജക്റ്റുമാണ്. ബാക്കി രണ്ടും കോപ്പറേറ്റീവും ഡെവലപ്മെൻറ്റും കിട്ടും. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആണ്, പ്രോജക്റ്റ് ആണെന്ന് ആലോചിക്കുക. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആണ് കേട്ടോ. പ്രോഗ്രാമിലേക്ക് ഓടിപ്പോകരുത്, പ്രോജക്റ്റ് ആണെന്നൊന്ന് ഓർത്ത് കുത്തുക. ഓക്കെ, ചോദിച്ചാൽ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് റെക്കഗ്നൈസിങ് ദ നീഡ് ടു ഇംപ്രൂവ് ഇറ്റ്സ് സ്കോപ്പ് ഓഫ് ലെൻഡിങ് ആൻഡ് ടു ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ഫണ്ടിങ്. NCDC ആക്ട് അമെൻഡ് ചെയ്തത് ഏത് വർഷമാണ്? നമ്മൾ പറഞ്ഞു ആദ്യം നേരിട്ട് കൊടുത്തിരുന്നില്ല, പിന്നെ നേരിട്ട് കൊടുക്കാൻ തുടങ്ങിയത് ഏത് പിന്നെ അമെൻമെൻറ്റ് വന്നപ്പോഴാണ്? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നില്ലേ? 2002 അമെൻമെൻ്റ് അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. 2002 അമെൻമെൻറ്റിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ NCDCയുടെ ഒരു ഓവറോൾ ഒരുവിധം എല്ലാം കിട്ടി. നമ്മൾ NCDC എന്ന് ഫോം ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡേറ്റൊക്കെ ഒന്ന് പഠിക്കുക. 13/3/1963 ആക്ട്. 1962 ആണ്. ആക്ട് നമ്പർ ചോദിക്കുകയാണെങ്കിൽ 26 കേട്ടോ. ആക്ട് നമ്പർ 26 ശരിക്കും 1962 31/8 ആക്ട് വന്നിട്ടുള്ളത്. 31/8/1962 ആക്റ്റൊക്കെ വന്നിട്ടുള്ളത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം കേട്ടോ. അത് നമ്മൾ പറഞ്ഞില്ല, ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. പ്രധാനപ്പെട്ട 2 അമെൻമെൻറ്റ് 1975 അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. 2002 കുറച്ചും കൂടി പിന്നെ NCDCക്ക് കുറച്ചും കൂടി ഒരു കംപ്ലീറ്റ്ലി ഒരു അമെൻമെൻ്റ് ഒക്കെ വരുന്നത്. 1975 അമെൻഡ് ചെയ്തിട്ടുണ്ട്, 2002 അമെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സഹകാറുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്കീംസൊക്കെ പറഞ്ഞു. ലിനാക്കൊക്കെ ഒന്ന് നോക്കുക. ലിനാക്കിൻ്റെ വർഷം 1985 ടോപ്പിക്കും ലിനാക്കും രണ്ടിൻ്റെയും ഗുരുഗ്രാം ഹരിയാന തന്നെയാണ് കേട്ടോ. സോ പിന്നെ നമ്മുടെ അസ്ഥിക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ NCDC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ICDP ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ICDP ഇൻട്രൊഡ്യൂസ് ചെയ്തത് 7th 5 ഇയർ പ്ലാനിലാണ് കേട്ടോ. അതായത് ഇവർ 3rd 5 ഇയർ പ്ലാനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ICDP സ്കീം ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ള ICDP പ്രോജക്റ്റ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്തത് 7th 5 ഇയർ പ്ലാനിലാണ്. നമുക്ക് ഇയർ വെച്ച് ജസ്റ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ലീഡ് ലിങ്ക് സ്കീം നോക്കുക, അതിൻ്റെ വർഷം 1976 നോക്കുക. റൂറൽ കൺസ്യൂമർ സ്കീമെന്നും ഈ ലീഡ് ലിങ്ക് സ്കീം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം NCDCയെ ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവിലൂടെ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെയും എന്ത് ചെയ്യുന്നുണ്ട്? PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ബാക്കി വേറൊരു നല്ല ടോപ്പിക്കുമായിട്ട് കാണാം കേട്ടോ. താങ്ക് യു.